ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അവൾക്ക് 19 വയസ്സ് പ്രായം. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് അവൾ ഒളിച്ചോടും എന്ന് ഇവർക്ക് വിവരം കിട്ടിയപ്പോഴാണ്. ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടാൻ ആ പെണ്ണ് തയ്യാറായി നിൽക്കുകയാണെന്ന് ബാപ്പാക്കും ഉമ്മാക്കും വിവരം കിട്ടിയപ്പോഴാണ് അവളെ പിടിച്ച് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. കൗൺസിലിങ്ങിനെത്തി എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ആ പെൺകുട്ടി. ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര കാലമായി നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ആ പെണ്ണ് പറഞ്ഞു, സാറേ ഞാൻ ആ ചെക്കനെ കണ്ടിട്ടില്ല, നേർക്ക് നേരെ കണ്ടിട്ടില്ല. ഞങ്ങളെ പ്രേമം ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പക്ഷേ എന്നും ഞങ്ങൾ സംസാരിക്കും, ഒരുപാട് നേരം രാത്രി സംസാരിക്കും. എങ്ങനെ? മയത്തിൽ, സ്നേഹത്തിൽ, സപ്പോർട്ടീവായി എന്നാ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ 6 മാസം കൊണ്ട് ഞാനും അവനും തമ്മിൽ മനസ്സടുത്തുപോയി. ഇനി അവനല്ലാതെ ഞാൻ വേറൊരാളെ കൂടെ ജീവിക്കില്ല. എത്ര മാസമായി? 6 മാസം. അപ്പോ ഞാൻ ചോദിച്ചു, നീ ഒളിച്ചോടാനൊക്കെ തീരുമാനിച്ച ഉമ്മയും ബാപ്പയൊന്നും വേണ്ടേ? ഈ കുട്ടി പറയാണ്, അവർക്ക് എന്നോട് സ്നേഹമില്ല, ഇവനാണ് സ്നേഹം. ഞാൻ ആ ഉമ്മാനെ വിളിച്ചു. ഉമ്മ, ബാപ്പ ഗൾഫിലാ, ഉമ്മയും ഉമ്മൻ്റെ ആങ്ങളമാരും ആ കുട്ടീനെ കൊണ്ടുവന്ന് ഉമ്മാനെ വിളിച്ച് അടുത്തിരുത്തിയപ്പോൾ 2 കണ്ണും നിറഞ്ഞൊഴുകാണ് ഉമ്മൻ്റെ. ഉമ്മ എന്നോട് പറയാം, സാറേ നിങ്ങൾക്ക് അറിയോ? ഞാൻ ചോദിച്ചു, എന്ത്? എൻ്റെ മോളെ എനിക്ക് എത്ര ഇഷ്ടമാന്ന് നിങ്ങൾക്കറിയോ? എന്നോട് ചോദിക്കുക. ഞാൻ തിരിച്ച ഉമ്മനോട് ചോദിച്ചു, എനിക്കറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ മോളെ നിങ്ങൾക്ക് ഇഷ്ടമാന്ന് അവക്കറിയോ? ആ ഉമ്മ ഒന്ന് സ്റ്റെക്കായി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ സംസാരം, ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കണ്ടേ? വേണ്ടേ? എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കുമോ ഉമ്മാക്ക് സ്നേഹമുണ്ട് എന്ന്? ആക്കുമോ? നിങ്ങൾ പറ. അവിടെയാ പ്രശ്നം. ആ ഉമ്മ എന്നോട് പറയാ, എൻ്റെ കുട്ടീനെ സ്നേഹിക്കേണ്ടത് നിങ്ങൾക്കറിയോ? ആ കുട്ടി അറിയണ്ടേ? 19 കൊല്ലം ആ ഉമ്മാന്റെ കൂടെ ആ പെൺകുട്ടി ജീവിച്ചിട്ട് ആ പെൺകുട്ടി മനസ്സിലാക്കുകയാണ് ആ ഉമ്മക്ക് സ്നേഹമില്ല. ആരാ പരാജയം? അതുകൊണ്ട് കുടുംബത്തിൻ്റെ 2ാമത്തെ ബന്ധത്തിൻ്റെ പേരാണ് മനസ്സ് അടുക്കണം. മാനസിക ബന്ധം വേണം. അതിന് ഏറ്റവും മനോഹരമായി സംസാരിക്കണം, കേൾക്കണം. ഞാൻ പറയണത് ഭാര്യ, ഭാര്യ പറയണത് ഞാൻ പറയണത് മക്കള് പറയണത് ഞാൻ. നമ്മുടെ വീട് തൊണ്ടിക്കോടന്മാരുടെ വീട് മോശമൊന്നുമല്ലല്ലോ, വളരെ പാവപ്പെട്ടവരില്ലല്ലോ. എല്ലാവരുടെ വീട്ടിലും ഒരു സോഫ ഉണ്ടാവും, ഇല്ലേ? ഉണ്ട്. എൽ ഷേപ്പിലായിരിക്കും സോഫ. ഈ സോഫ ഉള്ള റൂം നിങ്ങൾ വീടിൻ്റെ പ്ലാൻ എടുത്ത് നോക്കാണ്ടി. വീടിൻ്റെ പ്ലാന് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആ പ്ലാൻ എടുത്താണ്ട് നിങ്ങളിങ്ങനെ നോക്ക്. ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവും? സിറ്റ് ഔട്ട്, അല്ലേ? സിറ്റ് ഔട്ട് പറഞ്ഞാൽ എന്താ? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അകത്ത് കയറ്റാൻ പറ്റാത്തവരെ ഇരുത്താനുള്ള സ്ഥലം. ഗെറ്റ് ഔട്ട്, സിറ്റ് ഔട്ട്, അല്ലേ? അകത്ത് കയറ്റാൻ പറ്റാത്തവരെ ഇരുത്താനുള്ള സ്ഥലമാണ് സിറ്റ് ഔട്ട്. വീട്ടിൽ വരുന്ന ഒരാൾ അകത്ത് കയറ്റാൻ പറ്റൂല, അവൻ പുറത്തിരിക്കും, അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിൽ? ബെഡ്റൂം, എന്തിനുള്ള? കിടന്നുറങ്ങാൻ. ബാത്റൂം, എന്തിനുള്ള? കിച്ചൺ, എന്തിനുള്ള? ഡൈനിങ് ഹാൾ, എന്തിനുള്ള? ഇനി ഒരു റൂമും കൂടി ഉണ്ടാവും. നിങ്ങളെ പ്ലാൻ എടുത്ത് നോക്കിയാൽ അതിന് എഞ്ചിനീയർ കൊടുത്ത പേര് ലിവിങ് റൂം എന്നാ, അല്ലേ? ലിവിങ് റൂം. എന്ത് റൂമാ? അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ശവ. ലിവിങ് എന്ന് പറഞ്ഞ ജീവിതം, ജീവിക്കൽ എന്നാണ് ലിവിങ്, അല്ലേ? അതിന് മലയാളം എന്താ? ജീവിക്കൽ എന്നാണ്. അപ്പൊ ആ റൂമിൽ മാത്രം പേര് ലിവിങ് റൂം. അപ്പൊ ഡൈനിങ് ഹാളിൽ പിന്നെ ശവ ഉണ്ടാല്, അടുക്കളയിൽ ശവ ഉണ്ടാല് തന്നെ. അതെന്താ ആ റൂമിന് ലിവിങ് റൂം എന്ന് പേര്? ഇംഗ്ലീഷുകാരുടെ പേരാ. ആ എഞ്ചിനീയർമാർ പിന്നെ അങ്ങനെ ഇട്ടതാ, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ ലിവിങ് എന്ന് പറഞ്ഞതിനർത്ഥം ജീവിതം എന്നാ, അല്ലേ? പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ലിവിങ് റൂം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർന്നിരിക്കാനുള്ള റൂമാണ്. അറബികളുടെ വീട്ടിലൊക്കെ ചുറ്റുഭാഗം സോഫട്ട റൂം കാണാം, അല്ലേ? ഗൾഫ് പോയാൽക്കറിയാം, അല്ലേ? ഒരു റൂമുണ്ടാവും, ചുറ്റും സോഫ. അതിലാണ് ഇവര് ജീവിക്കുക. ഭാര്യയും ഭർത്താവും മക്കളും ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരിക്കാനുള്ള റൂമാണത്. അവിടെയാ ജീവിതം ഉണ്ടാണ്ട്. നമ്മളെ ലിവിങ് റൂമോ നമ്മൾ പൂട്ടിയാണ്ടിടും, അല്ലേ? കുറ്റിട്ടേക്കും. കുട്ടികളോട് പറയും കയറരുത്, സോഫ കേടരുത്തരുത്. എന്നിട്ടോ എപ്പോഴെങ്കിലും വിരുന്നേരം വരുമ്പോൾ തുറന്നു കൊടുക്കും. ഇതിനുള്ളതല്ലേ? എന്തിനുള്ള? ഉമ്മക്കും ബാപ്പക്കും മക്കൾക്കും ഒന്ന് ചേർന്നിരിക്കാനാ. ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മക്കളുടെ കൂടെ ബാപ്പി ഉമ്മയും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക.
എൻ്റെ വർത്താനൊക്കെ പറയാ. എന്താ മോനെ വർത്താനൊക്കെ? സ്കൂളൊക്കെ ഉഷാറായി പോകില്ലേ? ഉണ്ട് പാപ്പാന്റെ വർത്താനം എന്താ? സുഖാണോ മക്കളെ? കഴിഞ്ഞ ആഴ്ച പണിത്തിരി കുറവാണെങ്കിലും സുഖാണ്. പാപ്പ മക്കളോട്, മക്കൾ പാപ്പയോട് ഈ സംസാരം ഉണ്ടോ നമ്മളെ പുരയിൽ? ഉണ്ടോ? ഇതിങ്ങനെ കല്യാണം കഴിച്ച് കുട്ടികളായി ഒരു മനുഷ്യൻ നായ നയിക്കുമ്പോൾ എങ്ങനെ നയിക്കുക? ഒരു പെണ്ണ് വെച്ച് വിളമ്പി തിരുമ്പി വെളുപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി ഓളും കൊയങ്ങുക. ഓക്ക് പുരയിലെ പണി, മൂപ്പർക്ക് നാട്ടിലെ പണി. മക്കളോ? ഇതിന്റെ പേര് കുടുംബം എന്നല്ല. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ചേർന്നിരിക്കാൻ ഒരു സ്ഥലം, ഏറ്റവും സുന്ദരമായി സംസാരിക്കാൻ ഒരു സ്ഥലം, അതിൻ്റെ പേരാണ് വീട്. എത്ര നിങ്ങൾ സംസാരിക്കുന്നുവോ അത്രയും മനസ്സുകൾ അടുക്കും. ഉണ്ടോ? ഇനി മൂന്നാമത്തത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അതെന്താ? ആ ബന്ധത്തിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ആത്മബന്ധം. ആത്മബന്ധം. എന്താ? ആത്മാവ് തമ്മിലുള്ളൊരു ബന്ധം, ഒരിക്കലും പിരിയാൻ കഴിയാത്ത ബന്ധം. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ, തൊണ്ടിക്കോടൻ കുടുംബത്തിലെ ആളുകൾ സത്യം പറയുമെന്ന് വിചാരിച്ച് ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഭർത്താവിനോട് ഭാര്യ ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും. എന്താ അറിയോ? നിങ്ങൾ വേറെ കെട്ടുവോ? ഞാൻ മരിച്ചാൽ നിങ്ങൾ കെട്ടുവോ? ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ നിങ്ങളെ ഭർത്താവ് വേറെ കെട്ടുവോ? കെട്ടും എന്നുള്ളൊന്ന് കൈവക്കിയാൽ കാണട്ടെ. ഭാര്യ മരിച്ചാൽ ഭർത്താവ് കെട്ടും എന്ന് മനസ്സിൽ ചിന്തയുള്ളവർ ഒന്ന് കൈവക്കിയേ. ശരി, കൈ പൊക്കാത്തോലെ എന്താണെന്നറിയോ? നമ്മളിപ്പോൾ മരിക്കാൻ പോകില്ല എന്ന് തീരുമാനിച്ചോളാം അല്ലേ? ശരി, നിങ്ങൾ മരിച്ചാൽ ഭർത്താവ് കല്യാണം കഴിക്കൂല എന്ന് ഉറപ്പുള്ളവർക്ക് കൈവക്കി. അപ്പൊ ആ കൈ പൊക്കാത്തോലിപ്പോ ഏതാ? ശരി, കെട്ടുവോ? ജീവിച്ചിരിക്കുമ്പം തന്നെ സംശയമാണ് ഇയാളിഞ്ഞ് വേറെ കെട്ടുവോന്ന് അല്ലേ? എന്നല്ല മരിച്ചാൽ. ഞങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വന്ന ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം. ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു ഇന്നോവ കാറിൽ ഒരു കുടുംബം വരികയാണ്. വന്നത് 66 വയസ്സുള്ള ഒരു ബാപ്പയെ കൊണ്ട് മക്കളാ വന്നത്. ഉണ്ടോ? മക്കള് 66 വയസ്സുണ്ട് വാപ്പാക്ക്. ഈ വാപ്പാനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മക്കളാ. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ബാപ്പയും. ബാപ്പാന്റെ 4 മക്കള്, ബാപ്പയും കൂടി ഒരു ഇന്നോവ കാറിൽ കൗൺസിലിങ്ങിന്. ഞാൻ ഈ റൂമിലേക്ക് കയറിയപ്പോ 40-45 വയസ്സുള്ള മോൻ, അവനാണ് ആദ്യം വന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? ഞങ്ങൾ വാപ്പനെയും കൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞു വാപ്പനെയും കൊണ്ടോ? സാധാരണ വാപ്പ മക്കളെയും കൊണ്ടാ വരല്ലേ, നിങ്ങളെന്താ വാപ്പനെയും കൊണ്ട് വന്നത്? അപ്പോ ആ പെൺകുട്ടി, കൂടെ ഉണ്ടായിരുന്ന പെങ്ങള്, ഈ മോളാ, ചെറിയ മോള്, ഈ പെങ്ങള് പറഞ്ഞു എന്നോട്, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണല്ലോ, ഉമ്മ ഇപ്പൊ ഇല്ലേ? അത് ചോദിച്ചതും ആ പെൺകുട്ടി കരയാൻ തുടങ്ങി, ഭയങ്കര കരച്ചില്. എന്നിട്ട് കണ്ണൊക്കെ തുടച്ച് പറഞ്ഞു ഞങ്ങളെ ഉമ്മ ഇല്ല സാറേ, മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഓക്കെ, എന്താ പറ്റിയത്? അപ്പൊ ഈ പെൺകുട്ടി പറയാ, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു ആ ഉമ്മ എന്നറിയോ സാറേ? പെരും സ്നേഹമുള്ളൊരു ഉമ്മ, മക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിച്ച ഉമ്മ, ചേർത്തു പിടിച്ച ഉമ്മ, അടുപ്പിച്ചു നിർത്തിയ ഉമ്മ, പോസിറ്റീവായി സംസാരിച്ച ഉമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നിട്ടോ? ബാപ്പാക്ക്, ഞങ്ങളെ ബാപ്പയെ പുറത്തിരിക്കണേ, ഞങ്ങളെ ബാപ്പാനെ ഉമ്മ കരളിന്റെ കഷ്ണം പോലെ സ്നേഹിച്ചു. ഒരു മോശം വാക്ക് ഉമ്മ പറഞ്ഞില്ല ബാപ്പനോട്, ബാപ്പ ഉമ്മനോടും പറഞ്ഞില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കണത്, ബാപ്പയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണത്. ബാപ്പാന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഉമ്മ മത്സരിക്കും, ഉമ്മാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ബാപ്പ മത്സരിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്. അതിനിടക്കാണ് 3 കൊല്ലം മുമ്പ് ഉമ്മാക്കൊരു വേദന വന്നത്. ആ വേദന ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു, കുറേ കഴിഞ്ഞു, വേദന മാറില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞു കോഴിക്കോട് ചാത്തമംഗലത്തിനടുത്തുള്ള MVR എന്ന് പറയുന്ന ആശുപത്രി, ക്യാൻസർ ആശുപത്രിയാണ്, അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജാണ്. ആ ഉമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. ഡോക്ടർമാർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി നല്ല നോക്കിക്കോ, നമ്മളെ കയ്യിൽ ഇനി മാർഗമില്ല, പാലിയേറ്റീവിലേക്ക് മാറ്റി.
ആ ഉമ്മ 3 മാസം കിടന്ന് 4ാമത്തെ മാസം മരിച്ചു പോവാണ്. അത് പറയുമ്പോൾ ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലമായിട്ടാ. 3 കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനെ ആലോചിച്ച് ആ കുട്ടികൾ കരയാണ്. ആ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയ്ക്കാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോട്ടെ ഉമ്മ മരിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അപ്പൊ ഈ മക്കൾ പറയുകയാണ്, സാറേ ബാപ്പ സ്നേഹമാണ് ഞങ്ങളുടെ ബാപ്പ, പക്ഷേ ബാപ്പാനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ നോക്കും, ഒരു കുറവും ഞങ്ങൾ വരുത്തൂല ഞങ്ങളെ ബാപ്പാക്ക്. പക്ഷേ എത്രയൊക്കെ നോക്കിയാലും ഒരു ഭാര്യ നോക്കും പോലെ ബാപ്പാനെ നോക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ബാപ്പാക്ക് ഒരു പെണ്ണ് വേണം. ഞങ്ങൾ ചേർന്ന് ഉമ്മ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു ബാപ്പാനെ കല്യാണം കഴിപ്പിക്കണം. മക്കൾ തീരുമാനിച്ചു. എന്നിട്ട് മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബാപ്പ ഒരു കല്യാണം കഴിക്കണമെന്ന്. ബാപ്പ ആട്ടിവിട്ടു, അവനെ പോടാ അവിടുന്ന് ആട്ടിവിട്ടു. കഴിഞ്ഞ 3 കൊല്ലമായി പലരെയും പറഞ്ഞു വെച്ചിട്ട് ഈ ബാപ്പാനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒന്നിനും തയ്യാറാവാത്തപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തത്, നിങ്ങളൊരു കൗൺസിലിങ്ങിൽ കൊണ്ടുപോയിക്കോളി. അങ്ങനെയാണ് 66 വയസ്സുള്ള വാപ്പാനെ കൊണ്ട് മക്കൾ എൻ്റെ അടുത്ത് വരിക. ഞാൻ ആ വാപ്പാനെ വിളിച്ചു. എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിത പരിചയവുമുള്ള ഒരു വാപ്പ, 66 വയസ്സുണ്ട്. അയാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ അയാളോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വന്ന് കയറുമ്പം തന്നെ നിങ്ങൾ പെണ്ണിടണമെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചു. അയാളിങ്ങനെ വളരെ കൂളായി സംസാരിച്ച് ഞാൻ എൻ്റെ സംസാരം ഒന്ന് നിർത്തി 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ മനുഷ്യൻ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു, മതി, ഇനി നിങ്ങൾ എന്നോട് പറയാൻ പോണത് എന്താണെന്ന് എനിക്കറിയാം, എന്നെക്കാളും പരിചയമുള്ള മനുഷ്യനല്ലേ. ഞാൻ ചോദിച്ചു, എന്താണ്? ഇന്നൊരു കല്യാണം കഴിക്കണം, ഞാൻ കല്യാണം കഴിക്കണം, അതിനല്ലേ ഇപ്പം നിങ്ങളടുത്ത് കൊണ്ടുവന്ന് ഓരിനെ പിടിച്ച് വണ്ടി കയറ്റുമ്പോഴേ എനിക്കറിയാം ഇത് കൊണ്ടുപോണത് ഈ സംസാരിക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ എൻ്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറയുകയാണ്, സാറേ എൻ്റെ ഭാര്യ 16 വയസ്സുള്ളപ്പോൾ എൻ്റെ കയ്യും പിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാ. എൻ്റെ ഭാര്യ ഓക്കന്ന് 16 വയസ്സാ, എനിക്ക് 21 വയസ്സാ. ആ 16 വയസ്സുള്ള 8 പൊട്ടും തിരിയാത്ത എൻ്റെ പെണ്ണിൻ്റെ കയ്യും പിടിച്ച് ജീവിതത്തിലേക്ക് കയറിയതാ ഞാൻ. അന്ന് മുതൽ അവൾ എന്നെ സ്നേഹിച്ചു. ആരും സ്നേഹിക്കാത്ത സ്നേഹം എനിക്ക് തന്നു. എൻ്റെ ഒരാഗ്രഹത്തിനും അവൾ എതിര് നിന്നിട്ടില്ല. അവളുടെ ആഗ്രഹത്തിന് ഞാനും, എൻ്റെ സ്വപ്നങ്ങൾക്ക് അവള് എതിര് നിന്നിട്ടില്ല, അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാനും. അയാളിങ്ങനെ പറയാണ്, അയാളെ കണ്ണ് നനയുന്നു. എന്നിട്ട് അയാൾ പറയാണ്, സാറേ കല്യാണം കഴിക്കാനും ജീവിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല. ഞാന് എൻ്റെ പെണ്ണ് കിടന്ന കട്ടില, അവളുടെ ഓർമ്മയുണ്ട്, അവളുടെ തലയിണയുണ്ട്, എനിക്കത് മതി. എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ഭാര്യയെ സ്നേഹിച്ച ഇടം ഞാൻ വേറൊരു പെണ്ണിന് കൊടുക്കൂല. ആ മനുഷ്യൻ പറയാണ്, എന്താ ഞാൻ അവളോട് പറയണ്ടേ? ഭർത്താവ് മരിച്ചാൽ വേറെ കെട്ടുമോ എന്ന് ആലോചിച്ചെടുക്കാൻ കുറേ എണ്ണം അല്ലേ. ഇയാളോ കെട്ടാൻ കുട്ടികളൊക്കെ പറഞ്ഞിട്ട് ഇയാൾ തയ്യാറല്ല. എന്താ കാരണം? അയാളുടെ സ്നേഹമാണ് ആ ഭാര്യ. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറയാണ്, നിർബന്ധിക്കരുത്, അതുകൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ ഓർമ്മ മതി എനിക്ക് ജീവിതം മുഴുവൻ, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അങ്ങനെ പോകും. എന്നിട്ട് ഞാൻ നല്ലോണം നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, എല്ലാ തിങ്കളും എല്ലാ വേഴവും ഞാൻ നോമ്പ് വെൽക്കുന്നുണ്ട് സാറേ. എന്തിനാണെന്നറിയോ? എനിക്ക് അവളെ വേണം. നാളെ പരലോകത്തെത്തുമ്പോൾ, സ്വർഗത്തിലെത്തുമ്പോൾ ഞാൻ പടച്ചവനോട് ചോദിക്കും, എനിക്ക് എൻ്റെ പെണ്ണ് വേണമെന്നാ. സ്നേഹിച്ച് തീരാത്ത ഭാര്യയും ഭർത്താവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളോ അപ്പൊ ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ എന്നോട് പറയാ, എന്നെ നിർബന്ധിക്കരുത്. എന്നിട്ട് എൻ്റെ റൂം കടന്നു പോകുമ്പോൾ അയാൾ എന്നോട് പറയാണ്, സാർക്ക് പറ്റുമെങ്കിൽ എൻ്റെ മക്കളെ വിളിച്ചിട്ട് ഈ കാര്യം എന്നോട് പറയരുത് എന്ന് പറയണം. ഇതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അവരെ വെറുത്തു പോകും. അതുകൊണ്ട് മക്കളോട് ഈ കാര്യം പറയരുത് എന്ന് പറയണം. 4 മക്കളും ഞാൻ വിളിച്ചു, റൂമിനകത്തേക്ക് കേട്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ആ ബാപ്പ സ്നേഹമായിരുന്ന നിങ്ങളുടെ ഉമ്മയെ വിട്ട് വേറൊരു പെണ്ണിൻ്റെ കൂടെ കിടക്കൂല, ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കണം. അപ്പൊ ആ മക്കൾ 4 കരയാ. അവർ പറയാണ്, ശരിയാണ്, ഇനി പറയണ്ട, പാപ്പ അങ്ങനെ ജീവിക്കട്ടെ. അപ്പൊ ഞാൻ എന്താ ഈ പറഞ്ഞ്
എന്താ പറഞ്ഞ്? ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ബന്ധത്തിന്റെ പേരാണ് ആത്മബന്ധം എന്ന്. നോക്കുങ്ങള്, ഇതാ കൂട്ടരെ കുടുംബം. ഇതിന്റെ പേരാ കുടുംബം. മരിച്ചു പിരിഞ്ഞാലും സുന്ദരമായ ഓർമ്മകളുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ പേരാ കുടുംബം. ഇനി നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിന്തിച്ചോക്ക്, ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ട് വെക്കുന്ന ഒരു ദിവസമുണ്ട്. ഭർത്താവിന്റെ മയ്യത്ത് പൊരേ കൊണ്ടേക്കും. ആ പൊരേ കൊണ്ട് വെക്കുന്ന അന്ന് മുതൽ 4 മാസവും 10 ദിവസവും ആ പെണ്ണ് പിന്നെ ഇരിക്കണം. ഭർത്താവ് മരിച്ച പെണ്ണ് ഇരിക്കണം. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് എന്താ വരിക എന്നറിയോ? നിങ്ങളെ കെട്ടിയവനും കച്ചറുണ്ടാക്കിയത്, തെറി വിളിച്ചത്, പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലേ? വല്ലാത്തൊരു കുറ്റബോധം, ജീവിതം നഷ്ടപ്പെട്ടു എന്ന ബോധം. നാളെ പരലോകത്ത് എന്താ സംഭവിക്കുക ആലോചിച്ചോക്ക്. ഭാര്യന്റെ മയ്യത്ത് പൊരയിൽ കൊണ്ടുവച്ചാൽ അവളുടെ മുഖത്ത് നോക്കി ഭർത്താവ് എന്താ വിചാരിക്കുക? എത്ര കച്ചറുണ്ടാക്കിയ സാധനം അത്, അല്ലേ? എത്ര കച്ചറുണ്ടാക്കിയതാ അല്ല വിചാരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എവിടെയാണ് എന്ന് ഉറക്കെ ചിന്തിക്കണം. എന്നിട്ട് കുണ്ടിക്കോടൻ കുടുംബം എന്ന ആശയത്തെ അല്പം കൂടി വിശാലമാക്കണം. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞ 3 ബന്ധവും നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, ആത്മബന്ധമുണ്ടാവാൻ എന്തു ചെയ്യണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, 2 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിൻ്റെ പേരാണ് 1 അംഗീകാരം, 2 പരിഗണന. ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം, അംഗീകരിക്കണം. നിന്റെ ഭാര്യയാണത്. ഭാര്യ ഭർത്താവിനെ പരിഗണിക്കണം, അംഗീകരിക്കണം. മക്കളോ പരിഗണിക്കണം, അംഗീകരിക്കണം. അല്ലെങ്കിൽ കുടുംബം അലകും പിടിയും വേർപെട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തി ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. എങ്ങനെയാണ് ഈ പരിഗണന ഉണ്ടാക്കുക? ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചെറിയ ഉദാഹരണം. ഭർത്താവ് ജോലി കഴിഞ്ഞ് ബൈക്കുമ്മൽ വരികയാണ്. ബൈക്കുമ്മൽ ഇങ്ങനെ വരുമ്പോൾ വീട്ടിലേക്ക് എത്താൻ അല്പം ദൂരം ബാക്കിയുള്ളപ്പോൾ ഈ ഭർത്താവിൻ്റെ ഫോണ് ബെല്ലടിച്ചു. മൂപ്പരിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഭാര്യയാണ് വിളിക്കണേ. ഭാര്യേൻ്റെ ഫോണെന്നാ. മൂപ്പര് വണ്ടി സൈഡാക്കി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ ഭാര്യയല്ല വിളിച്ചത്, 1-ാം ക്ലാസ് പഠിക്കുന്ന മോനാ. അതാ മൂപ്പരെ ചെറിയ മോൻ. 3 മക്കളുണ്ട് മൂപ്പർക്ക്. അതിൽ 1-ാം ക്ലാസ് പഠിക്കുന്ന മോനാണ് ഉമ്മൻ്റെ ഫോണെടുത്ത് വാപ്പാനെ വിളിച്ചത്. വാപ്പ ചോദിച്ചു, എന്താ മോനെ? മോൻ പറഞ്ഞു, ഉപ്പൊന്ന് വരുമ്പോ ഒരു മുട്ടായി കൊണ്ടുവരണേ. ആരാ പറയണേ? 6 വയസ്സുള്ള 1-ാം ക്ലാസ് പഠിക്കുന്ന മോൻ പാപ്പാനോട് പറയാ, അപ്പൊ വരുമ്പോ ഒരു മുട്ടായി ഉണ്ടായിരുന്നേ. പാപ്പ പറഞ്ഞു, ശരി മോനെ. ഫോണ് വെച്ചു. ഇനി ഞാൻ ചോദിക്കട്ടെ, മുട്ടായി വാങ്ങുമല്ലേ? വാങ്ങും. മുട്ടായി വാങ്ങും. ബാപ്പ ഒരു ബേക്കറിന്റെ മുമ്പിൽ വണ്ടി സൈഡാക്കി. ബേക്കറിക്കാരനോട് പറഞ്ഞു, ഒരു മുട്ടായി, ഒരു ചോക്ലേറ്റ് വാങ്ങി, 5 ഉറുപ്പ്യൻ്റെ ഒരു ചോക്ലേറ്റ്. അത് വാങ്ങി കീശയിലിട്ടപ്പോഴാണ് ബാപ്പാക്ക് ഒരു ചിന്ത. എന്താ ചിന്ത? ഒരു മുട്ടായി വാങ്ങിയാൽ ശരിയാവില്ലല്ലോ. 3 മക്കളില്ലേ, ഒരാൾക്ക് മാത്രം മുട്ടായി കൊണ്ടുവരാൻ പറ്റുമോ? ബാപ്പ അയാളോട് പറഞ്ഞു, 2 എണ്ണം കൂടി തരി. അയാൾ 2 എണ്ണം കൂടി കൊടുത്തു. 3 മുട്ടായി വാങ്ങി പോക്കറ്റിലിട്ട് ബാപ്പ വീട്ടിൽ വന്നു. ഈ ബാപ്പാന്റെ സ്കൂട്ടറിന് ഒച്ച കേൾക്കുമ്പം തന്നെ ഈ 6 വയസ്സുള്ള അങ്ങനെ ചാടാൻ തുടങ്ങും. അല്ലേ? ഇപ്പൊ കിട്ടും മുട്ടായി, ചാടാൻ തുടങ്ങും. ഓൻ ആ ബൈക്കിന്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ കൊലായിൽ ഹാജറാ. അല്ലേ? സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ബാപ്പ അകത്തേക്ക് കയറി കീശേന്ന് 3 മുട്ടായിൻ്റെ അടുത്ത് ഓൻ്റെ കയ്യിലാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, 1 ഇത്താത്തക്ക് കൊടുക്കണം, 1 ഇക്കാക്കക്ക് കൊടുക്കണം, 1 നിനക്കും. ഈ 3 കുട്ടികളും മുട്ടായി കിട്ടിയ സന്തോഷം കൊണ്ട് അകത്തേക്ക് പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷേ ഒരു കുട്ടിക്ക് മുട്ടായി വാങ്ങിയപ്പോ ബാപ്പ മറ്റ് 2 കുട്ടികളെ ഓർത്തില്ലേ? പക്ഷേ ആ 3 കുട്ടികളെയും ഈ മനുഷ്യന് സമ്മാനിച്ച ഒരു പെണ്ണ പുരയിലുണ്ട്. അതിനയാൾ ഓർത്തോ? ഈ 3 എണ്ണം കിട്ടിയത് വെറുതെ അല്ലല്ലോ. ഇത് അങ്ങാടി പോയി പൈസ കൊടുത്ത് അല്ലല്ലോ, ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതല്ലോ. ഇതൊരു പെണ്ണ് പെറ്റതല്ലേ, 10 മാസം ചുമന്നതല്ലേ, ബാത്റൂമിൽ പോലും മര്യാദയ്ക്ക് ഇരിക്കാൻ കഴിയാതെ അവൾ നിങ്ങൾക്ക് സമ്മാനിച്ചതല്ലേ. ആ പെണ്ണ് പുരയിലുള്ളത് നിങ്ങൾ ഓർത്തോ? ഇല്ല. ഈ കുട്ടികളൊക്കെ പോയി മൂപ്പനകത്തേക്കാണ്ട് പോയി നേരെ ബാത്റൂമിലേക്ക് പോവും, മേല് കഴുകും, ഫോണായിട്ട് കൊലായിക്ക് വരും, ഒരു കാല് മേപ്പെട്ട് കയറ്റിയേക്കും, ഇതിങ്ങനെ തോണ്ടും. അല്ലേ? അല്ല, നിങ്ങൾ തിരിച്ച് ചിന്തിച്ചു നോക്ക്. ഈ ബാപ്പ
3 മുട്ടായി വാങ്ങി പോക്കറ്റിലിട്ടപ്പോഴാണ് ബാപ്പ ഓർത്തത് ഒരു പെണ്ണുണ്ട് വീട്ടില്, എന്നെ കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. അവള് വേറെ ആരും കാത്തിരിക്കല്ലോ, ഒരു പെണ്ണുണ്ട് വീട്ടില് അല്ലേ. ബാപ്പ പറഞ്ഞു ബേക്കറിക്കാരനോട് 3 മുട്ടായി തരി, നിന്റെ പെണ്ണിന് ഏറ്റവും ഇഷ്ടം ഏതാ? അവക്ക് ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആണ്, മിൽക്കി ബാർ ആണ്. അപ്പം പറഞ്ഞു പീഡിയക്കാരനോട് ഒരു മിൽക്കി ബാർ 3 മഞ്ച് വാങ്ങിയിട്ട് കുപ്പായത്തിന്റെ പോക്കറ്റിലും ഒരു മിൽക്കി ബാർ വാങ്ങി പാൻറിന്റെ പോക്കറ്റിലും ഇട്ടിട്ട് ഈ ഭർത്താവ് പുരയ്ക്ക് വന്നു. മക്കൾ ഓടി വന്നു, മുട്ടായി കൊടുത്തു. അവര് മുട്ടായി കൊണ്ടൊരു ഒറ്റ പാച്ചില തിന്നാൻ വേണ്ടി അല്ലേ. അപ്പോ അകത്തേക്ക് കിടക്കുന്ന ഭർത്താവ് ഭാര്യന്റെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും ഒരു സലാമൊക്കെ പറഞ്ഞ് അകത്ത് കണ്ട് കയറുമ്പോൾ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് 5 ഉറുപ്പ്യന്റെ ഒരു മിൽക്കി ബാർ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ പെണ്ണിന്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അനക്കും ഞാൻ വാങ്ങിയാണ്, എനിക്കറിയാം അനക്ക് പൂതിയുണ്ടെന്ന് വാങ്ങിയാണ്, അതുകൊണ്ട് അടുക്കളയെ കൊണ്ട് ഈ കുട്ടികൾ കാണാതെ തിന്നോ, കുട്ടികൾ കണ്ടാൽ ഓൽക്ക് കൊടുക്കേണ്ടി വരും. ഈ മുട്ടായി ഇങ്ങോട്ട് കൈ കിട്ടുമ്പോൾ തന്നെ ഈ പെണ്ണിന്റെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു തുടിപ്പിന്റെ പേരാക്കൂട്ടരെ സ്നേഹം ഇത് ഈരട്ടിങ്ങനെ കുത്തി ഉണ്ടാവുമോ ഉണ്ടോ? ആ മുട്ടായും കൊണ്ട് ഓള് നേരെ അടുക്കളയ്ക്ക് പോയി അതിന്റെ പൊതി അഴിച്ച് ഒരു കഷ്ണം മിൽക്കി ബാർ എടുത്ത് നാവിൽ വെച്ച് അതിങ്ങനെ നാവിൽ അലിയുമ്പോ ഈ പെണ്ണിന്റെ അകത്ത് രൂപപ്പെടുന്നതിന്റെ പേരാ പരിഗണന എന്ന് നമ്മളെപ്പോഴും ചെയ്യല്ലോ ഉണ്ടോ? അതിന് ഓർക്കല്ലോ ഉണ്ടോ? അത് അടിച്ചു തരാനും തുടയ്ക്കാനും തിരുമ്പാനുള്ള ഒരു ജന്തു അല്ലേ ഉണ്ടോ? ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പരിഗണന ലഭിക്കാതെ പോകുന്നത്. ആ പെണ്ണ് 5 ഉറുപ്പ്യന്റെ ഒരു മുട്ടായി നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ അന്ന് രാത്രി ബെഡ്റൂമിനകത്ത് ആ പെണ്ണ് ആ സ്നേഹം പ്രകടിപ്പിക്കും. ഇതോ ഒന്നുമില്ലല്ലോ, കച്ചറ തന്നെ കച്ചറ അല്ലേ. ഇതിന്റെ പേരാണ് പരിഗണന എന്ന്. തിരിച്ചിങ്ങോട്ട് ആലോചിച്ച് നോക്ക്. ഭർത്താവ് വിളിച്ചു ഭാര്യയോട് പറഞ്ഞു, എന്നാ പറഞ്ഞ്, എടി ഞാൻ കുറച്ച് വൈകും, നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരിക, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ കുറച്ച് വൈകും. എത്ര മണിയാവും? ഒരു 11:12 ഒക്കെ ആവും. ഈ കിടന്നോ, ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ എണീച്ച് വായിലൊന്നാ മതി. ഓക്കെ റെഡി. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. മക്കൾക്കൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്ത് 9:00 തന്നെ ഈ പെണ്ണ് കിടന്നുറങ്ങി. 12 മണിക്ക് ഭർത്താവ് വന്നിട്ട് ഫോൺ ചെയ്തപ്പോ ആകെ ഉറങ്ങി തൂങ്ങി വായിലിറന്ന് വന്നാ. മറിച്ച് ഈ ഭർത്താവ് 12 മണിക്ക് വരും എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് ഉറങ്ങാതെ കാത്തിരുന്നു എന്ന് വിചാരിക്കുക. ഞങ്ങള് ഉറങ്ങിയില്ല. ഓളങ്ങനെ കുറച്ച് പ്രസംഗമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ കണ്ട് ആ സോഫ മേലാണ്ട് ഇരുന്ന് കുട്ടികളൊക്കെ ഉറങ്ങി നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഭർത്താവ് 12 മണിക്ക് വരുന്നത് കാത്തിരിക്കുക. അയാൾ ഫോൺ ചെയ്തതും ഓള് ഫോൺ തിരിച്ച് ചോദിച്ചു, നിങ്ങൾ എത്തിയോ? ഞാൻ പുറത്തുണ്ട്, തുറക്ക് വാതിൽ ഇങ്ങോട്ട് തുറന്നുമ്പോൾ ഭർത്താവ് കാണുന്നത് എന്താ? ആകെ ക്ഷീണിച്ച് അവശനായി വരുന്ന ഭർത്താവ് കാണുന്നത് ഫ്രഷായ ഒരു ഭാര്യനെ. അയാൾക്കൊരു വല്ലാത്ത എനർജി ഉണ്ടാവും അല്ലേ. അയാൾ ചോദിച്ചു, നീ ഉറങ്ങിയില്ലേ? ഓള് പറഞ്ഞു, നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങുക? ഇതിന്റെ പേരാ പരിഗണന. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നമ്മളത് എന്ത് കുടുംബം ആലോചിച്ച് നോക്ക്. നിങ്ങള് കെട്ടി പെട്ടു മക്കളായി, ഇനി ഇങ്ങനെ പോട്ടെ, 4 ടയറും പഞ്ചറാ, എന്നിട്ട് ഇങ്ങനെ വലിഞ്ഞു പോവുക അല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ മക്കൾ നന്നാവുമെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് കുടുംബം എന്നത് 3 ബന്ധങ്ങൾ ചേർന്നതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. ഇന്നു മുതൽ തൊണ്ടിക്കോടൻ കുടുംബം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പടികളിറങ്ങി വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ പഴയ പോലെയാവരുത്. ഇവിടുന്ന് കിട്ടിയ ബിരിയാണി, കുട്ടികളുടെ ഡാൻസ്, പാട്ട്, ഇതൊന്നും ആയിരിക്കരുത് നിങ്ങളുടെ കുടുംബം ഇവിടുന്ന് കൊണ്ടുപോവേണ്ടത്. എൻ്റെ കുടുംബത്തിനകത്ത് കൃത്യമായൊരു മാറ്റമുണ്ടാകും എന്ന് വലിയ ഒരു പ്രതിജ്ഞ ചെയ്താവണം ഈ ഓഡിറ്റോറിയം വിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇറങ്ങേണ്ടത്. റബ്ബ് സുബ്ഹാനഹു തആല ഏറ്റവും മികച്ച ബന്ധമാക്കി, ഇഹലോകത്തും പരലോകത്തും ഒരുമയുള്ള ബന്ധമാക്കി നമ്മുടെ ബന്ധത്തെ മാറ്റുമാറാവട്ടെ. നാം ഏവരെയും ഇതുപോലെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയതിന ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.